എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമായിട്ടാണ്. ഇഡ്ഡലിയാണ്. അതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിട്ടാൽ പെട്ടെന്ന് കുട്ടികൾ പാത്രം കാലിയാക്കും. നമുക്ക് സന്തോഷമാവും, കുട്ടികൾ വയറ് നിറച്ച് കഴിച്ചല്ലോ എന്ന് ഓർത്ത്. അതിന് ആദ്യമേ നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. പിന്നെ ഒരു ബൗളിൽ, എന്നിട്ട് കുറച്ച് മുളക് പൊടി, അത് എരിവിനനുസരിച്ച് കുട്ടികൾക്ക് എന്തോരം എരിവാണോ നിങ്ങൾ കൊടുക്കുന്നത് അതനുസരിച്ച്, പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ കുഞ്ഞ് ജാറിൽ നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. വേറെ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. ഉള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് നമ്മൾ ആവി വേവിക്കുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മണമാവും അടച്ചൊക്കെ വെച്ച് കഴിയുമ്പോൾ. ഇതുപോലെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒത്തിരി ലൂസായി പോകരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ മേളിൽ ഒഴിക്കുമ്പം മൊത്തം സ്പ്രെഡായി പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ കുഞ്ഞ് ഇഡ്ഡലി ഇല്ലേ ഉണ്ടാക്കുന്ന ആ ഒരു ഇഡ്ഡലി തട്ടിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യമേ നമുക്കിതിലേക്ക് ബട്ടർ തേക്കാം. ബട്ടർ തേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വേഗം നമുക്ക് മറ്റേത് തണുക്കാനൊക്കെ നോക്കിയിരിക്കണം ഇഡ്ഡലി ഉണ്ടായിക്കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടി. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കും ചിലർ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബട്ടർ തേച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി എടുത്ത ഉടനെ തന്നെ നമുക്കൊരു സ്പൂൺ കൊണ്ട് കോരി മാറ്റി വെക്കാം. അതുപോലെ പെട്ടെന്ന് നമുക്ക് ആ പാത്രത്തിൽ നിന്ന് കുഞ്ഞിഡ്ഡലി മാറ്റി എടുക്കാൻ പറ്റും. അതിനാണ് ബട്ടർ തേക്കുന്നത്. അതുമല്ല, കുട്ടികൾക്ക് ബട്ടറൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റും കൂടിയാണ്. അതിന് മാവ് നന്നായി കലക്കി വെച്ചത് മാവിൽ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നമ്മൾ ഇളക്കിയ ശേഷം വെള്ളം നന്നായി ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഈ കുഞ്ഞ് ഇഡ്ഡലി തട്ട് സ്റ്റീമറിലേക്ക് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും ഇത് വേകാനും, പെട്ടെന്ന് എടുക്കാനും പാടായിരിക്കും. തിളച്ച് കഴിഞ്ഞ ഉടനെ ആ ഇഡ്ഡലി തട്ട് ആ പാത്രത്തിൽ സ്റ്റീമറിൽ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ കോരി ഒഴിച്ചാൽ മതി. ഞാൻ 2 രീതിയിൽ ഒഴിക്കുന്ന ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുന്നതുകൊണ്ട്, പിന്നെ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ആ ഇഡ്ഡലി മാവ് ഒഴിച്ചിട്ട് അത് ഇങ്ങനെ കുഞ്ഞിഡ്ഡലിയായിട്ട് ആ പാത്രത്തിലേക്ക് ഒഴിക്കുന്നതും കാണിക്കുന്നുണ്ട്. രണ്ടും ഏതാണോ സ്യൂട്ട് അതനുസരിച്ച്. കോരി ഒഴിക്കുകയാണെങ്കിൽ കുറേ സമയം വേണ്ടി വരും. ഇങ്ങനെ ഗ്ലാസ്സിലായിട്ടാണെങ്കിൽ നമുക്ക് വേഗം അത് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ആ കുഞ്ഞ് ഇഡ്ഡലി തട്ടിൽ അതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്ന ഉപ്പും മുളക് പൊടിയും മാത്രം തേങ്ങയും ഉപയോഗിച്ച് അരച്ച് വെച്ചിരുന്ന ചമ്മന്തി ഇതിൻ്റെ മേളിൽ ഓരോ ഡ്രോപ്പായി ഒഴിച്ചൊഴിച്ച് കൊടുക്കണം. വളരെ ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കുന്ന ഇഡ്ഡലിക്ക്. പ്രത്യേകിച്ച് ഇനി കറി ഉണ്ടാക്കാനൊന്നും വേണ്ട. കറി ഉണ്ടാക്കുന്ന സമയം, താളിക്കുന്ന സമയമൊന്നും വേണ്ട. ഉള്ളി അരിയേണ്ട. കുട്ടികൾക്ക് വേഗം സ്കൂളിൽ കൊടുത്തു വിടാനുള്ള നല്ലൊരു അടിപൊളി ലഞ്ച് ബോക്സ് റെഡിയാക്കാം പെട്ടെന്ന് തന്നെ. ഇത് വളരെ ടേസ്റ്റാണ്. കുഞ്ഞ് സ്പൂണും കൂടെ കൊടുത്ത് പാത്രത്തിലിട്ട് അടച്ചു കൊടുത്തിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ വേഗം കഴിച്ചെടുക്കും. വീട്ടിലാണെങ്കിലും വീണ്ടും അമ്മേ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങി. കുട്ടികൾക്ക് ഈ ചെറിയ സാധനങ്ങളൊക്കെ വലിയ ഇഷ്ടമല്ലേ. ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് ഒന്ന് അപ്പം തന്നെ എടുക്കാം. കാരണം ആ പാത്രത്തിൽ നിന്ന് വേഗം വിട്ട് കിട്ടും. ഇതുപോലെ പൂ പോലെ അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ. കുട്ടികൾക്ക് അട്രാക്ഷനല്ലേ കൂടുതൽ ഇഷ്ടം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് വേഗം ഫുഡ് കഴിച്ച് തീർക്കും. സാമ്പാറുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാം. അല്ലെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല സ്വാദിഷ്ടമായൊരു ഇഡ്ഡലിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ടാറ്റാ, ബൈ.